അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സകലനിഗമഗീതാം ബ്രഹ്മവിദ്യാം വിശുദ്ധാം നിജഗുരുരമണേഷ്ടാം ശങ്കരാചാര്യകുഷ്ഠാം ദദതി കരുണയായേ പ്രൗഢഗംഭീരവാച രമണചരണതീർത്ഥാൻ ദേശികാൻ താൻ നമാമഃ. ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി. ഹൃദി വിഷമനസാ സ്വം ചിന്വദാമജ്ജദാ വാ പവനചലനരോധാ. ശാരദാ ശാരദാംബോജവദനാവദനാംബുജേ സർവദാ സർവദാസ്മാകം സന്നിധിം സന്നിധിം ക്രിയാത്. യോം തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്ത്വദാംനാം. അന്യാം ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഹരിഃ ഓം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം. അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്തദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തു തേ വ്യാസവിശാലബുദ്ധേ ഭുല്ലാരവിന്ദായതപത്രനേത്ര. യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയഃ പ്രദീപഃ. പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ. പാർത്ഥോ വത്സ സുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം. ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാരനീലോത്പലാ. ശല്യഗ്രാഹവതീ കൃപേണ വഹനീ കർണേന വേലാകുലാ. അശ്വത്ഥാമവികർണഘോരമഖരാ ദുര്യോധനാവർത്തിനി. സ്വോത്തീർണാ ഖലു പാണ്ഡവൈരണനദി കൈവർത്തകഃ കേശവഃ. പാരാശര്യവചഃ സരോചമമലം ഗീതാർത്ഥഗന്ധോത്കടം. നാനാഖ്യാനകകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷട്പതൈരഹരഹഃ പേപീയമാനം മുദാ. ഭൂയാത് ഭാരത പങ്കജം കലിമലഃ പ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുൻവന്തി ദിവ്യൈസ്തവൈഃ. വേദൈഃ സാംഗപദക്രമോപനിഷदैः ഗായന്തി യം സാമഗാ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണദേവായ തസ്മൈ നമഃ. ഹരിഃ ഓം. ശ്രീയഃപതിയായ ഭഗവാൻ നാരായണൻ കൃഷ്ണരൂപത്തിൽ ബ്രഹ്മവിത്തായിട്ട് അർജുനന് ബ്രഹ്മോപദേശം നൽകുന്നതാണ് ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന ഈ ഗ്രന്ഥം.
ഈ ഭഗവത്ഗീത ബ്രഹ്മവിദ്യയാണ്. ഈ ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന വിദ്യ. ആ ഉയർന്ന വിദ്യ അത് ഒരു ഗുരുമുഖത്തിൽ നിന്നും ശ്രവണം ചെയ്ത് ആ ശ്രവണത്തിലൂടെ ഉള്ളിൽ മനനം സംഭവിച്ചു, മനനം നിധിധ്യാസനത്തിലൂടെ വസ്തുവായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവത്ഗീതയുടെ പ്രയോജനം. പൊതുവിൽ ഈ പ്രയോജനത്തെ ഒഴിച്ച് മറ്റു പ്രയോജനങ്ങളെല്ലാം ആചാര്യന്മാരൊക്കെ പറയുന്നുണ്ട്. ഭഗവത്ഗീത ഫോർ സക്സസ്, അല്ലെങ്കിൽ ഭഗവത്ഗീത ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ്, ഭഗവത്ഗീത ഫോർ ഐഡിയോളജി, ഇങ്ങനെയൊക്കെ ഒരുപാട് തരത്തിൽ അല്ലെ യോഗ സംബന്ധമായിട്ട് ബന്ധപ്പെട്ടതൊക്കെയും ഇവിടെ യോഗശബ്ദം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ആ യോഗശബ്ദത്തിന് കേവലം ശാരീരികമായിട്ടുള്ള ഒരു യോഗയൊന്നും ശാരീരികമൊന്നുമല്ല. പക്ഷേ നമ്മൾ ചില കൂട്ടരും അമേരിക്കയിൽ നിന്നും ഇങ്ങോട്ട് അല്ലേ, പാറ്റയൊക്കെയാണ് അങ്ങനെ വന്നിരിക്കുന്നത്. പണ്ടൊക്കെ ഈ പാറ്റ വന്ന കഥയാണ് അരിമുട്ടയിൽ കൂടെ കയറി വന്നിട്ട് ഇവിടെ വന്നിപ്പോൾ പാറ്റയുടെ കൂമ്പാര ആണെന്ന് പറയണത് പോലെ അമേരിക്കയിൽ നിന്നൊക്കെ ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ പുസ്തകമൊക്കെ വായിച്ച് യോഗ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ശാരീരികമാക്കി മാറ്റിയത്. ഇവിടെ ഭഗവത്ഗീത പറയണ യോഗ എന്ന് പറയണത് ആത്മാവിൻ്റെ തന്നെ സ്വരൂപമാണ്. അതുകൊണ്ട് ഉപനിഷത്ത് തന്നെയാണ്, അല്ലെങ്കിൽ വേദം തന്നെയാണ് നമുക്ക് പ്രമാണം. ആ വേദപ്രമാണം പറയണു യോഗ ആത്മാവിൻ്റെ തന്നെ സ്വരൂപമാണ് യോഗം. അഥവാ യോഗം എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തി നിരോധ. എപ്പോഴാണോ ചിത്തവൃത്തി ഇല്ലാതാവണത്, വൃത്തികൾ ഇല്ലാതാവണത്, തോട്ട്സ് വരാതിരിക്കണത്, തോട്ട്ലെസ് ആയിട്ടിരിക്കണത്, അതിനെയാണ് നമ്മൾ ആത്മാ നിർവികൽപ്പം എന്നൊക്കെ പറയണത്. ആ നിർവികൽപ്പ സ്ഥിതിയാണ് ഭഗവാൻ സ്ഥിതപ്രജ്ഞ ലക്ഷണം എന്ന് പറഞ്ഞിട്ട് അർജുനന് ഈ ലക്ഷണത്തെ ഉപദേശിക്കുകയാണ്. അർജുനനൊരു കൊതി വന്നു, ഒരു ഈഗർനെസ് വന്നു. ഇത് എവിടെ കാണാൻ പറ്റും? ഇങ്ങനൊരു സ്ഥിതി എനിക്കും അനുഭവിച്ചാൽ കൊള്ളാം, ഞാനും ഇത് തന്നെയാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിലുള്ള നിലവിടാത്തതുള്ള ശാന്തിയാണ് എല്ലാവരും, എല്ലാ ജീവനും തേടുന്നത്. ഓഫ് കോഴ്സ് ഞാനും തേടുന്നത്. പക്ഷെ ഇത് എവിടെ നിന്ന് കിട്ടും അല്ലേ? എവിടെ നിന്ന് കിട്ടും എന്നുള്ള ചോദ്യം വളരെ കൊച്ചുനാൾ തൊട്ടേ നമ്മൾ ചോദിച്ച് പഴകിപ്പോയി. നമ്മൾ സ്വാമി പറയും, കുട്ടിയായിരിക്കുമ്പോൾ ഒരു കുട്ടി പാലിന് വേണ്ടി കുവാ 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 എന്ന് കരയും അത്ര അല്ലേ. ഈ കുവാ എന്ന വാക്കിന് സംസ്കൃതത്തിൽ എവിടെ എന്നാണ് അർത്ഥം. എന്നാ എവിടെയാ സുഖം എന്നാണ് ചോദിക്കുന്നത്. കാരണം ഉണർന്നു കഴിഞ്ഞപ്പോൾ സുഖത്തെ നമുക്ക് ആ ബന്ധം വിട്ട് വെളിയിലേക്ക് പോകണം, വിക്ഷേപം സംഭവിച്ചിരിക്കണം. ഈ വിക്ഷേപമാണ് ദുഃഖം. ഇത് എവിടെ നിന്ന് കിട്ടും എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ, ആ വിചാരം തന്നെയാണ് ദുഃഖം. അർജുനനും ഈഗർലി ഭഗവാനോട് ചോദിക്കുകയാണ്, സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ, സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം എന്താണ്? അപ്പൊ ഭഗവാനും ഇവിടെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്താ ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുത്തത്? പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദോച്യതേ. ഈ സ്ഥിതപ്രജ്ഞ എന്ന് പറയുന്നത് ആരാന്ന് വെച്ചാൽ ആത്മാവിൻ്റെ രസത്തെ ആത്മാവ് കൊണ്ട് തന്നെ, എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളല്ലാതെ അനുഭവവേദ്യമായതിനെ അനുഭവമേ സ്വരൂപമായ ബ്രഹ്മതത്വമായിട്ടുള്ള ആത്മാവിനെ കൊണ്ട് തന്നെ അനുഭവിച്ച് ആ രസത്തെ അനുഭവിക്കണത് രസോ വൈസഹ എന്നാണ് വേദം പറയണത്. രസം ആത്മാവിൻ്റെ തന്നെ സ്വരൂപമാണ്. അപ്പോൾ ആത്മാവായിട്ട് തന്നെ ഇരിക്കുമ്പോഴുള്ള ആനന്ദരസം അത് ആത്മന്യേവ, ആത്മാവ് തന്നെ കൊണ്ട് സന്തുഷ്ടമായിട്ട് വളരെയധികം തൃപ്തനായിട്ട് തീരണത് ആരാണോ അവനാണ് വാസ്തവത്തിൽ സ്ഥിതപ്രജ്ഞൻ. അവൻ്റെ മനോഗതി എന്താണെന്ന് വെച്ചാൽ മനസ്സ് ഇല്ലാതെ ഇരിക്കൽ. ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് വലിയ സിദ്ധപുരുഷനായിട്ടുള്ള ശേഷാദ്രി സ്വാമി, അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരൊക്കെ വരണോ ഒന്ന് കണ്ണ് നോക്കിയാൽ ഈ മൈൻഡ്, ഹി വിൽ റീഡ് ദി മൈൻഡിനെ വായിച്ചറിയും. എന്നിട്ട് അവരുടെ മനസ്സിൽ എന്തുണ്ടോ അത് പറഞ്ഞു കൊടുക്കും. അപ്പം ഇദ്ദേഹം
ഒരു നാള് മല കയറി ഭഗവാന്റെ അടുത്ത്, രമണ മഹർഷിയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരു സ്ഥിരം പോസ്ചർ, താടിയിൽ കൈവച്ച് കുറച്ചു നേരം ഭഗവാനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ആ കുറേ നേരം അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നിട്ട് സ്വയമേവ സ്വന്തം തലയിൽ അടിച്ചിട്ട് പറഞ്ഞു അത്രേ, ഇത് എന്നെ നനയ്ക്കരുതെന്നേ പുരിയലേ. ഇത് എന്ത് വിചാരിക്കണമെന്നേ അറിയണില്ല. കാരണം എന്താ? വിചാരിക്കണമെങ്കിൽ there should be mind, there is no mind. ഭഗവാനെ ചോദിക്കുന്നുണ്ട് പലരുടെ അടുത്തും, മനസ്സു വിഷമം ചൊല്ലേന്ന്, அந்த മൈൻഡ് എങ്ക ഇருக்கு ഒന്ന് കാട്ട്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നോക്കൂ, ഈ മൈൻഡ് എല്ലാവർക്കും പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മൈൻഡിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നല്ലൊരു സർജൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട്, സർ പ്ലീസ് ഓപ്പറേറ്റ് ദിസ്, എത്ര പൈസ വേണമെങ്കിലും തരാം പറഞ്ഞു നോക്കൂ. ഹി കാൺ ഡു ദാറ്റ്. ആ മനസ്സിനെ ഓപ്പറേറ്റ് ചെയ്യണത്, അല്ലെങ്കിൽ മനസ്സിൻ്റെ സർജറി ചെയ്യാൻ ഒരേ ഒരാൾക്കേ പറ്റുള്ളൂ, അവനവന് തന്നെ പറ്റുള്ളൂ. എങ്ങനെ സർജറി ചെയ്യാം? സദ്ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് വീണ് നമസ്കരിച്ച്, തദ്വിദ്യഹി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ, പരിപ്രശ്നം ചെയ്ത് വീണ്ടും 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 അല്ലേ. ഒരാളെ ദൂരെ നിന്ന് ഇങ്ങനെ കൈ കാണിക്കണം, അയാൾ കാണുന്നത് വരയ്ക്കും കൈ കാണിക്കണം. ഇല്ല ഞാൻ കൈ കാണിച്ചു, അയാൾ വന്നില്ല എന്ന് വിചാരിച്ചിട്ട് തിരിച്ചു പോണതല്ല. അദ്ദേഹം എത്രത്തോളം നമ്മളെ കാണുമോ അതുവരെ കൈ കാണിച്ച് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ആ കാണുന്നത് വരയ്ക്കും എന്താണോ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്, അനുഷ്ഠാനം, ധർമ്മം, ഇതെല്ലാം എന്തിനാണെന്ന് വെച്ചാൽ ആ പൊരുളിനെ അറിയാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ അതുകൊണ്ട് പൊരുളിനെ അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് പൊരുളിനെ അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ മൈൻഡ് വിൽ ഗെറ്റ് ഇനാക്റ്റീവ്. മൈൻഡ് ഇനാക്റ്റീവ് ആവും. ദാറ്റ് മൈൻഡ് ഇനാക്റ്റീവ് ആവുന്ന നില എന്താണെന്നറിയോ? അതിനെയാണ് ഭഗവാൻ ഇവിടെ സ്ഥിതപ്രജ്ഞ ലക്ഷണം എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. രണ്ടാമത്തെ ശ്ലോകത്തിൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നോളജ് കൊടുത്തു. ഏതോ ഒരു സുഖാനുഭവത്തെയാണ് നീ തേടണത് അല്ലേ. അർജുനൻ ഈഗർലി നോക്കണത് ഈ സ്ഥിതപ്രജ്ഞൻ എന്തോ ഒരു അനുഭവത്തിൽ ഇരിക്കുകയാണ്, ഏതോ കിട്ടിയ ഒരു അനുഭവം, എനിക്കാണെങ്കിൽ അത് കിട്ടിയിട്ടുമില്ല, ഈ ഒരു ഭാവത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ മേക്കിംഗ് ക്ലാരിറ്റി ടു ദാറ്റ് പോയിന്റ്, ദുഃഖേഷു അനുദ്വിഗ്ന മനോഹം സുഖേഷു വികതസ്പൃഹ വീതരാഗഭയക്രോതഃ സ്ഥിതദീഹി മുനിരുച്യത്തെ. ദുഃഖേഷു അനുദ്വിഗ്ന മനോഹ, ആരാണോ ദുഃഖത്തിൽ വ്യാകുലപ്പെടാത്തത്. അപ്പം അർജുനൻ നോക്കിയപ്പോൾ ദുഃഖത്തിൽ വ്യാകുലതയുണ്ട് അല്ലേ. മുന്നിൽ സ്വജനങ്ങൾ നിൽക്കണം. ഈ സ്വജനങ്ങളെയാണോ ഞാൻ യുദ്ധം ചെയ്യേണ്ടത്? എൻ്റെ ഗുരുനാഥനെയാണോ ഞാൻ യുദ്ധം ചെയ്ത് തോൽപ്പിക്കേണ്ടത്, വധിക്കേണ്ടത്? ഈ ഒരു ചിന്ത അർജുനൻ്റെ ഉള്ളിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരുന്ന സമയത്ത് വാസ്തവത്തിൽ വലിയൊരു ദുഃഖം ഉണ്ടായി. യക്ഷോകം ഉച്ഛോഷണം ഇന്ദ്രിയാണം, ഇന്ദ്രിയങ്ങളെ മുഴുവൻ പിഴിഞ്ഞ് ഉണക്കിയിടുന്നതായിട്ടുള്ള ഒരു ദുഃഖം വന്നു. ആ ദുഃഖത്തിന് മരുന്ന് എന്താ? ഭഗവാൻ കൊടുത്ത ഈ ഉപദേശം. ആ ഉപദേശം കേട്ടപ്പോൾ ഈ മരുന്നിൻ്റെ ഫലത്തെ അറിഞ്ഞപ്പോൾ അറിയണം തോന്നി. അത് ഏതോ വെളിയിൽ നിന്ന് കിട്ടണ എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും പവർ ആണോ എന്ന് ചോദിച്ചാൽ അതൊന്നും അല്ല എന്ന് ഭഗവാൻ ഇവിടെ കാണിക്കുകയാണ്. അതിനെ ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി, ദുഃഖത്തിൽ വ്യാകുലപ്പെടാതിരിക്കാം. അയ്യോ ദുഃഖം വരുന്നല്ലോ, ദുഃഖം വന്നല്ലോ, എനിക്കിത് പറ്റിയല്ലോ, എനിക്കത് പറ്റിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ യു ആർ ക്യാരിയിങ് ദി പാസ്റ്റ് എക്സ്പീരിയൻസസ്. പാസ്റ്റിൽ പോയി എന്തൊക്കെ നടന്നോ പാസ്റ്റിനെ എടുത്ത് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ഭഗവാന്റെ അടുത്ത്, രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ പറയാണ്, ഭഗവാൻ ഇന്നലെ രാവിലെ ഞാൻ പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്തോ ഒരു താപം എൻ്റെ ഉള്ളിൽ വന്ന് ബാധിച്ചു, വളരെയധികം വിഷമമുണ്ട് ഭഗവാനെ, ഇപ്പോഴും ആ വിഷമം നിൽക്കുന്നു. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, എപ്പോഴാണ് സംഭവിച്ചത്? കാലത്ത് ഒരു 9:15. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, കാലത്ത് 9:15, അതും ഇന്നലെ കാലത്ത് 9:15 ഒരു ദുഃഖം വന്നു, അത് പോയി. യു ആർ നൗ ക്യാരിയിങ് ദാറ്റ് അല്ലേ. നീ ആ ദുഃഖത്തെ ഇപ്പോഴും ക്യാരി ചെയ്തിട്ടാണ് ദുഃഖിക്കണത്. വാസ്തവത്തിൽ ദുഃഖം വന്നു, അപ്പോൾ പോയി. നമ്മൾ എന്ത് ചെയ്യണു? ഈ പാസ്റ്റിനെ ചുമന്നുകൊണ്ട് പോയിട്ട് വെളിയിൽ മേ 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 എന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കണം അല്ലേ. ഈ പാസ്റ്റിനെ ചുമന്നുകൊണ്ട് പോയി കരഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ദുഃഖം വരും, അതിനൊരു സംശയമില്ല. എല്ലാവർക്കും വരും, ജ്ഞാനികൾക്കും ഉണ്ടാവും, എല്ലാവർക്കും വരും. പൊതുവിൽ ജ്ഞാനികളൊക്കെ പറയണത് സർവം ദുഃഖം വിവേകിനാം,
വിവേകികളുണ്ടല്ലോ ജനിച്ചതേ ഒരു ദുഃഖമാണ്. നമുക്ക് അതുകൊണ്ടല്ലേ ഈ കുട്ടികളൊക്കെ എന്ന് കരഞ്ഞുകൊണ്ട് വരുന്നത് അല്ലേ? ചിരിച്ചോണ്ട് ആർക്കെങ്കിലും വന്നൂടെ? വളരെ മംഗളവത്താണെങ്കിൽ ചിരിച്ചോണ്ടല്ലേ വരേണ്ടത്? ഈ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോഴും ഇപ്പം ദേവലോകത്തു നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കുറ്റം ചെയ്താണ്ടല്ലോ നമ്മൾ കരുതും എന്തെങ്കിലുമൊക്കെ അടി കൊടുക്കും ഇതൊക്കെയാണെന്ന്. ഒന്നുമേ അല്ല. ദേവലോകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ കുറ്റം ചെയ്താൽ പിടിച്ച് താഴേക്ക് ഇടും. അത്ര എവിടെയിടും? ഭൂമിയിൽ പോയി ജനിക്കുന്നു എന്ന് കരയും. സുന്ദരമൂർത്തി നയനാർ ഭഗവാന്റെ അടിയാർ. അല്ലെങ്കിൽ കൈലാസത്തിൽ ഭഗവാന്റെ ഭൂതഗണമായിട്ട് സാക്ഷാത് ഭഗവാൻ തന്നെ. ഇങ്ങനെയാണ് കഥ. ആ കണ്ണാടിയിൽ പോയി നോക്കിയപ്പോൾ ഈശ്വരന് തന്നെ ആ സൗന്ദര്യം കണ്ടിട്ട് അതിശയം തോന്നിയിട്ട് സുന്ദര എന്ന് വിളിച്ചു. അത് കണ്ണാടിയിൽ നിന്ന് ജനിച്ചു എന്നാണ് പറയുന്നത്. ആ രൂപം കണ്ണാടിയിൽ നിന്ന് വന്നു. ആ സുന്ദരമൂർത്തിക്ക് ഒരു കൈലാസത്തിൽ വെച്ച് തന്നെ അഫയർ. ഭഗവാനെ ആരാധിക്കാൻ സമയത്ത് ഭഗവാനെ വിട്ട് അനാത്മാവിൽ പോയി വീണു. അതിന്റെ ഫലം എന്താ? നീ പോയി ഭൂമിയിൽ ജനിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു. ഒരു കഥയാണ്. ഭൂമിയിൽ പോയാൽ ഞാൻ എല്ലാം മറന്നു പോകും. സ്മൃതി വിഭ്രമ, എൻ്റെ സ്മൃതിയെ പോയി പോവും. അപ്പോൾ ഭഗവാൻ പറഞ്ഞു അതിലൊരു സംശയമില്ല, സ്മൃതി പോവും, ഒരു സംശയമില്ല. അപ്പം ഭഗവാനോട് വാക്ക് കൊടുക്കുകയാണ്, ഭഗവാനെ ഞാൻ നിന്നെ മറക്കും, പക്ഷേ നീ എന്നെ മറക്കാതെ നിൽക്കണം. അപ്പോൾ ഭൂമിയിൽ വന്നാലും സത്സംഗത്തിലൊക്കെ വന്നാലും നമ്മൾ ഇതാണ് പറയേണ്ടത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ മറന്നു പോകും. ഏതോ സത്സംഗത്തിൽ ഇരിക്കുന്ന സമയത്ത്, സദ്ഗുരുക്കളോട് കൂടി ഇരിക്കുന്ന സമയത്ത്, ഏതെങ്കിലും ആശ്രമത്തിൽ പോകുന്ന സമയത്ത്, അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഭഗവാനുമായിട്ട് ചേർന്ന് നമ്മൾ ഇരിക്കുന്നു. എപ്പോഴെങ്കിലുമൊക്കെ ഭഗവത് സ്മൃതി പോയാൽ ഭഗവാനെ എന്തെങ്കിലും തന്നെ എന്നെ ഓർമ്മിപ്പിക്കണേ. ആ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വരുന്ന ഡോസേജാണ് ഈ ദുഃഖം. അതുകൊണ്ടാണ് കുന്തിദേവി അല്ലേ, ഇപ്പൊ ആർക്കിപ്പോൾ കുന്തിയൊക്കെ ആവശ്യം? എല്ലാവർക്കും ഹോട്ടലിൽ പോയാൽ ഇപ്പൊ പുതിയൊരു ഐറ്റം ഇറങ്ങിയിട്ടുണ്ട്, കുഴി മന്തി. മന്തി മതി, കുന്തി വേണ്ട എന്നാണ്. എല്ലാവർക്കും മന്തി മതി, കുന്തി വേണ്ട അല്ലേ? അത് കറക്റ്റ് പേരാണ്. ഇത് കഴിച്ചുകൊണ്ടേ ഇരുന്നാൽ പിന്നെ കുഴി മാന്തേണ്ടി വരും. കുഴിമന്തി, അതിനകത്തോട്ട് കിടന്നാൽ മതി അല്ലേ? അപ്പോൾ കുന്തിദേവി പറയണത് എന്താ? ഭഗവാനെ എനിക്ക് വിപത്തുക്കൾ തന്നുകൊണ്ടേയിരിക്കും, ദുഃഖം തന്നുകൊണ്ടേയിരിക്കും. ഈ ദുഃഖം വരുന്ന സമയത്ത് ഭഗവാനോട് എനിക്ക് തോന്നുന്ന ഭക്തിയുടെ തീവ്രത ഉണ്ടല്ലോ, സുഖമായിട്ടിരിക്കുമ്പോൾ ഇല്ല. എത്ര സുഖമായിട്ടിരുന്നാലും ആ തീവ്രത എനിക്ക് വരണേ ഇല്ല. ഇങ്ങനെ ചോദിക്കണം. നോക്കൂ, ഈ ദുഃഖമാണ് നമ്മുടെ ഭഗവത് സ്മൃതിയെ എടുത്ത് മുന്നിൽ നിർത്തുന്നത്. അപ്പോൾ ഈ ദുഃഖത്തിൽ പോയിട്ട് നമ്മൾ വ്യാകുലപ്പെട്ട ഭഗവാനെ നമുക്ക് ഇഷ്ടമല്ല എന്നർത്ഥം. ഇങ്ങനെ ഒരു അർത്ഥം എടുക്കാം നമുക്ക് അല്ലേ? ഭഗവത് സ്മൃതിയെ വേണ്ട, ഈ കാണുന്ന ലൗകികമായിട്ടുള്ള തത്കാലമായിട്ടുള്ള അനിത്യമായിട്ടുള്ള ഈ സുഖങ്ങൾ മതി എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരണം. ആ ചിന്ത ഇല്ലാതാവണം. സുഖേഷു വിഗതസ്പൃഹ എന്ന സുഖത്തിനോടുണ്ടല്ലോ ഒരു ഐഡന്റിഫിക്കേഷൻ ഇല്ലാതിരിക്കുക. ഏതെങ്കിലും ഒരു സുഖം കിട്ടിയാൽ നന്നായിരിക്കണം, സൗഖ്യമായിരിക്കണം. അണ്ണാമലൈ സ്വാമി ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് പറഞ്ഞു, ഭഗവാനെ ഒന്നും വേണ്ട, ഭഗവാന് കാലത്ത് എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്, ഏതോ ഒരു ഗുഹയിൽ പോയി ശാന്തമായിട്ട് സൗഖ്യമായിട്ട് അങ്ങനെ ഇരുന്നാൽ മതി ഭഗവാൻ, അതിനുള്ള വരം തരൂ ഭഗവാൻ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അതും ഒരു സങ്കല്പം എന്താ, അതും ഇന്നൊരു ജന്മത്തെ ക്രിയേറ്റ് പണ്ണും. ഈ ഒരു സൗഖ്യമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടല്ലോ, അത് ഒരു ജന്മത്തെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അത്രേ. കാരണം അതൊരു ആശയമാണ്. ഈശ്വരനോടാകിലും ആശയെ അറിവിൻ. വെളിയിൽ ഒരു ഈശ്വരൻ വരും, എനിക്ക് സഹായിക്കും, ഇല്ലെങ്കിൽ ഒരു സൗഖ്യം തരും. സഹസ്രം വർത്തന്തേ ജഗതി വിബുധാഹ ക്ഷുദ്രഫലദാഹ. ആയിരക്കണക്കിനുണ്ട്. എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ അവിടെ സുഖമുണ്ടെന്ന് വിചാരിക്കും. വൈകുണ്ഠത്തിൽ പോകുമ്പോൾ, കൈലാസത്തിൽ പോകുമ്പോൾ, ഹരിദ്വാർ പോകുമ്പോൾ, ഋഷികേഷ് പോകുമ്പോൾ, തിരുവണ്ണാമല പോകുമ്പോൾ അവിടെയൊക്കെ സുഖമുണ്ടെന്ന് വിചാരിക്കും. പക്ഷെ വാസ്തവത്തിൽ അവിടെയൊന്നും സുഖമില്ല. അവിടെ ഇരിക്കുമ്പോഴായിരിക്കും ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് വരണത്, നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്ത അപ്പാർട്ട്മെൻറ്റിൽ ഒരു കള്ളൻ കയറി നിറയെ കൊള്ളയടിച്ചുകൊണ്ട് പോയി എന്ന് കേട്ടാൽ നിങ്ങൾക്ക് വാസ്തവത്തിൽ ശാന്തമായിട്ടിരിക്കാൻ പറ്റും. അപ്പൊ ദേശം കാലം ഒന്നും ശാന്തിക്ക് ഒരു സഹായം ചെയ്യണില്ല. കുറച്ച് നേരത്തേക്ക് തോന്നണു ഒരു ആശ. അതൊരു ഒരാഴ്ച ഒരു ലോക്ക്ഡൗൺ വന്ന് നോക്കട്ടെ. തിരുവണ്ണാമലയിൽ പോയി
തൊഴണം, അവിടെ തന്നെ ഇരിക്കണം എന്ന് ആഗ്രഹം. പെട്ടെന്ന് വാർത്തയിൽ വരെയാണ് ലോക്ക്ഡൗൺ ആയിക്കഴിഞ്ഞു. നിറയെ പേര് അനുഭവിച്ചു അല്ലേ? ലോക്ക്ഡൗൺ വന്നാൽ അറിയാം നമുക്ക് ആ സ്ഥലത്തിനോടുള്ള ഇൻട്രസ്റ്റ്. അതേ ടൈമിൽ വീട്ടിലായാലും തിരുവണ്ണാമല പോകാൻ പറ്റില്ല എന്ന് തോന്നും. തിരുവണ്ണാമല ഇരിക്കുമ്പോൾ വീട്ടിൽ പോകാൻ പറ്റില്ല എന്ന് തോന്നും. അപ്പോൾ അല്പ സുഖത്തിനോടുള്ള വിഗതസ്പൃഹ, അതിലേക്കുള്ള ഒരു ടച്ച് ഇല്ലായ്മ, ഒരു അറ്റാച്ച്മെന്റ് ഇല്ലായ്മ, താല്പര്യമില്ലാതെ ഇരിക്കലുണ്ടല്ലോ, അതും വീതരാഗ ഭയക്രോധ. അറ്റാച്ച്ഡ് അല്ലാതെ, ക്രോധമില്ലാതെ, എത്രയൊക്കെ ക്രോധം വന്നാലും നമ്മൾ അടക്കി പിടിച്ച് വെച്ചിട്ട്, എങ്ങനെ ഉള്ളിലടക്കലല്ല. ഇതൊക്കെ ആർക്കാ വരണത്? വിചാരം ചെയ്യാം. എത്ര നേരത്തേക്ക് നിൽക്കും? ഇറ്റ് വിൽ ലാസ്റ്റ് ഫോർ സം മിനിറ്റ്, ദാറ്റ്സ് ഇറ്റ്. കുറച്ച് നേരത്തേക്ക് മാത്രം ഇത് ലാസ്റ്റ് ചെയ്യും. അത് ഒരു കാലത്തും പൂർണ്ണമായിട്ടിരിക്കില്ല. പക്ഷേ അതിൻ്റെ ആ ദേഷ്യത്തിൻ്റെ ആ ഒരു തീവ്രത കൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു നോക്കുക, അത് എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. സ്മൃതി രൂപത്തിലും അയ്യോ അങ്ങനെ ചെയ്തല്ലോ എന്ന് കുറ്റബോധം വരും, പല പലത്തിലുള്ള വിഷയങ്ങൾ വരും. അപ്പോൾ വീതരാഗ ഭയക്രോധ, ക്രോധമില്ലാതിരിക്കുക, ഒന്നിനോടും ഭയപ്പെടാതിരിക്കുക. ഭയമാണ് ഇവിടെ മുഴുവൻ അല്ലേ? ന ബിഭേതി കഥാചനേതി, മനസ്സിൻ്റെ സ്വരൂപമാണ് ഭയം. ആനന്ദോ ബ്രഹ്മണോ വിദ്വാൻ, ആനന്ദം ബ്രഹ്മത്തിൻ്റെ സ്വരൂപമാണ്. ആനന്ദം എപ്പോഴും ഭയമേ ഇല്ലാതിരിക്കുമ്പോൾ, അഭയമുള്ളപ്പോഴും. അഭയം വൈ ജനക പ്രാപ്തോസീമ, ആനന്ദ നില അടഞ്ഞ ജനകന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നു അഭയം വൈ ജനക പ്രാപ്തോസി. ജനകൻ ഭയമില്ലാത്ത നിലയെ അടഞ്ഞു. ആ ഭയമില്ലാത്ത നിലയാണ് എന്ത്? സ്ഥിതപ്രജ്ഞ ലക്ഷണം. സ്ഥിതദീഹി മുനിരുച്യത്തെ. എന്നാൽ എനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണവനുണ്ടല്ലോ, ഭയങ്കര ഭയമാണ്. അവനാണ് ഏറ്റവും വലിയ ഭയം. സ്ഥിതദീഹി മുനിരുച്യത്തെ എന്ന് വെച്ചാൽ മൗനനില. അതാരെയും കാണിക്കാനല്ല, അതിനെ പ്രചരിപ്പിക്കാനല്ല, ഒരിടത്ത് തന്നിലയെ തന്നിൽ അടങ്ങ. തന്മൈ എന്ന് പറയും തമിഴില്. തന്മൈ, മുൻനിലൈ, പടർക്കൈ, മൂന്നുണ്ട്. അതാണ് ത്രിപുടി എന്ന് പറയണത്. തന്മൈ എന്ന് പറയണത് അറിയണവനിൽ പോയി ഒതുങ്ങിയിരിക്കല്, മൗനം. അത് പരാവാക്ക് എന്ന് പറയുന്നു. മൗനത്തിന് പരാവാക്ക് എന്ന് പറയും. എന്ന് വെച്ചാൽ വാക്കിൻ്റെ ഉദ്ഭവം എന്ന് പറയുന്നത്. പശ്യന്തി പരദേവത അല്ലേ? ലളിതാ സഹസ്രനാമത്തിലെ പശ്യന്തി വാക്ക്, പരാവാക്ക് എന്ന് പറഞ്ഞാൽ ആ മൗനനില. അതാണ് മുനിയുടെ സ്ഥിതി. മുനേഹേ സ്ഥിതി എന്നാണ് മൗനത്തിനെ പറയണത്. മുനിയുടെ ആ സ്ഥിതിയായിട്ട് അങ്ങനെ തന്നെ ഇരിക്കണതുണ്ടല്ലോ, അതാണ് സ്ഥിതപ്രജ്ഞ ലക്ഷണം എന്ന് രണ്ടാമത് കുറച്ചും കൂടെ ക്ലാരിറ്റി വരുത്തി. ഇനി വെളിയിലുള്ള വസ്തുക്കളെയൊക്കെ പറഞ്ഞല്ലോ, ഇനി നമ്മൾ കുറച്ചും കൂടെ ഉള്ളിലേക്ക് വന്നാൽ ഈ ദേഹാഭിമാനത്തിനോട് ഒരു സ്നേഹം വരും. അതെല്ലാവർക്കും ഉണ്ട്. സെൽഫിഷ്നെസ്. ഈ ദേഹത്തിനെ സൗഖ്യമായിട്ട് വച്ചിരിക്കണം, ഈ ദേഹത്തിനെ നല്ലപോലെ നോക്കണം, ഇതിനെ ഡൈ അടിക്കണം, വിഗ് വെച്ച് കൊടുക്കണം, ഇതിന് ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ പുരട്ടി കൊടുക്കണം. ഇങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടല്ലോ, ആ ചിന്തയും നമ്മൾ ഇല്ലാതാക്കണം. യഹ സർവത്ര അനഭിസ്നേഹ. നമുക്ക് ദുഃഖം തരുന്നതായിട്ടുള്ള ഈ ശരീരത്തിനോട് എന്തിനാ നമ്മൾ സ്നേഹം കൊടുക്കണത്? അനഭിസ്നേഹ. അതിനോട് സ്നേഹമേ വേണ്ട. സർവത്ര. എന്താ സർവത്ര എന്ന് പറഞ്ഞാൽ ഈ ശരീരാദികളെല്ലാം, ഈ ശരീരം തുടങ്ങിയ എല്ലാത്തിനോടും അനഭിസ്നേഹ, ആവശ്യമില്ലാത്ത സ്നേഹം, ഒരു രാഗം, ഒരു മമത വയ്ക്കാതിരിക്കുക. തത്തത് ശുഭ അശുഭം പ്രാപ്യ. എപ്പോഴൊക്കെയാണോ ശുഭവും അശുഭവും ഒക്കെ വരണത്, ന അഭിനന്ദന്തി ന ദ്വേഷ്ടി. നല്ല സൗഖ്യമായിരിക്കുമ്പോൾ അതിനെ അഭിനന്ദിക്കാതെ, നല്ല ശുഭമായിട്ട വസ്തുക്കളൊക്കെ അഭിനന്ദിക്കാതെ. എവിടെയാ ശുഭം, എവിടെയാ അശുഭം? നമ്മൾ ഒരാൾക്ക് ശുഭം എന്ന് കരുതുന്നത് മറ്റൊരാൾക്ക് അശുഭമാണ്. ലോട്ടറി ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ. ലോട്ടറി എടുക്കണു, ഒരാൾക്ക് ശുഭം, ഒരാൾക്ക് അടിച്ചു, മറ്റേ ആൾക്ക് അത് അശുഭമാണ്.
എപ്പോൾ അയാളുടെ പക്കൽ വരണമോ അപ്പോഴാണ് അയാളത് ശുഭം എന്ന് കരുതുന്നത്. അതുകൊണ്ട് ഈ ശുഭാശുഭം ഒക്കെ ദേശം കാലമൊക്കെ രൂപം ഒക്കെ വെച്ചിട്ടാണ്. അപ്പൊ അശുഭങ്ങളിലൊക്കെ പോയിട്ട് ശുഭത്തിനോടൊരു ഇൻട്രസ്റ്റും അശുഭത്തിനോടൊരു ഒരു ദ്വേഷവും ഇതൊന്നും ആർക്കില്ലാതിരിക്കണോ തസ്യ, അങ്ങനെയുള്ള ആളിൻ്റെ പ്രജ്ഞാപ്രതിഷ്ഠിത, അവൻ്റെ പ്രജ്ഞ എങ്ങനെയിരിക്കും? വളരെയധികം പ്രതിഷ്ഠാവത്തായിട്ടിരിക്കും. അവൻ എവിടെ നിന്നാലും ഒരു പ്രോബ്ലം ഇല്ല, അവൻ ഏത് ശരീരം കിട്ടിയാലും ഒന്നും പ്രോബ്ലം ഇല്ല. ശിവാനന്ദ ലഹരിയിലെ ആചാര്യസ്വാമികൾ പറയാണ്, നരത്വം ദേവത്വം നഗവന മൃഗത്വം മശകത പശുത്വം കീടത്വം ഭവതി വിഹഗത്വാദിജനനം സദാ ത്വത്പാദാബ്ജസ്മരണ പരമാനന്ദലഹരി വിഹാരാസക്താചേതഹൃദയമിഹ കിം തേന വപുഷാ. വളരെ അദ്ഭുതമായ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്താന്ന് വെച്ചാൽ നരത്വം ദേവത്വം നഗ വന മൃഗത്വം മശകത. നരനായിക്കോട്ടെ, ഈ നരജന്മമായിക്കോട്ടെ, നരജന്മത്തിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ വിവേകമുണ്ട് എന്നൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മൃഗത്തിനേക്കാളൊക്കെ കീഴെയാണ്, നായേക്കാളും കീഴെ കിടക്കണമെന്നാണ് മാണിക്യവാചകർ സ്വാമി പറഞ്ഞിരിക്കുന്നത്. നായേക്കാളും എത്ര അതപ്പതിച്ചിരിക്കണോ എന്ന് വെച്ചാൽ നായയൊന്നും കുറച്ച് പറഞ്ഞതൊന്നുമല്ല, നായയൊന്നും കുറച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളിത് ഇങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാലത്തിറങ്ങിയ അടുത്ത വീട്ടുകാരെ നോക്കി കുരയില്, ഇപ്പുറത്തെ വീട്ടുകാരെ നമ്മൾ നോക്കി കുരയ്ക്കല്, അല്ലേ? തമ്മി ഷണ്ട. ഇതാണ് നായയെ പോലെ എന്ന് പറയണത്. പിന്നെന്താ പറയണില്ല, ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്താ ഇങ്ങനെ മണത്ത് നോക്കുക, ഇത് ആരെ സ്വഭാവമാണ്. ഇനിയിപ്പോൾ പാൻറ് മുണ്ടൊക്കെ ഇട്ടിരിക്കണോണ്ട് ഇനി വാലുണ്ടോയെന്നൊന്നും അറിയില്ല. ഇവിടെ ആർക്കെങ്കിലും വാല് മറ്റോ ഉണ്ടോയെന്നൊന്നും അറിയില്ല, കാരണം ഈ മുണ്ടൊക്കെ ഇട്ട് മൂടി കവർ ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ മനുഷ്യനായിക്കോട്ടെ, നരത്വം ദേവത്വം ദേവനായിക്കോട്ടെ, നഗവന മൃഗത്വം ഏതെങ്കിലും പർവ്വതനിരയിലുള്ളതോ വനത്തിലുള്ളതോ മൃഗങ്ങൾ തന്നെ ആയിക്കോട്ടെ, മശകത ഏറ്റവും ചെറിയ ഒരു ക്രീച്ചറായിട്ടുള്ള കൊതുകെങ്കിലും ആയിക്കോട്ടെ. നമുക്ക് അല്ലേ, ഇപ്പോൾ പരസ്യമാണ് ഇതിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗുഡ് നൈറ്റ്, അതിന് ഗുഡ് ബൈ അല്ലേ, നമുക്ക് ഗുഡ് നൈറ്റ്, അതിന് ഗുഡ് ബൈ. മശകത പാവം, ആശ വിടാതെ പോയ നഴ്സായിരിക്കും. അതൊക്കെ പറയാൻ പറ്റില്ല അല്ലേ, എന്ത് ചെയ്യണോ അത്. നമ്മൾ നഴ്സ് വന്നിട്ട് സാമ്പിൾ എടുത്തുകൊണ്ടിരിക്കുകയല്ലേ, നമ്മുടെ ഉള്ളിൽ കുത്തി 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 സാമ്പിൾ എടുക്കുന്നത് പോലെ ഇതും അതിൻ്റെ തൊഴിലിനോടുള്ളൊരു ഭക്തി അത് വിട്ടുപോയില്ല. എന്ത് ചെയ്യണോ, ഡെയിലി വന്ന് സാമ്പിൾ എടുക്കുകയാണ്, ഓരോ സാമ്പിൾ അല്ലേ. ഇതേ ടൈമിൽ നഴ്സിനെ കൊല്ലോ നമ്മൾ, ഇതേ പരിപാടിയാണ് ചെയ്യണത്. അത് അനുവാദത്തോടെ, ഇത് അനുവാദം ഇല്ല. മശകത വളരെ ചെറിയൊരു ക്രീച്ചറായിട്ടുള്ള ഒരു കൊതുവിൻ്റെ ശരീരമായിക്കോട്ടെ, പശുത്വം കീടത്വം ഭവതു വിഹഗത്വാദിജനനം, പശു ആയിക്കോട്ടെ, കൃമികീടങ്ങളായിക്കോട്ടെ, ഭവതു വിഹഗത്വാദിജനനം, ഏത് തരത്തിലൊരു പറവയായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ജനനവും ആയിക്കോട്ടെ, സദാ ത്വത്പാദാബ്ജം, സദാ പരമേശ്വരൻ്റെ ആ പാദനമസ്കാരം ചെയ്തുകൊണ്ട്. പരമേശ്വരൻ ഒരു നാമം ആത്മായ നമഃ. ശിവോപാസനാ മന്ത്രത്തിൽ ഒരു മന്ത്രം വരണു, ഭഗവാന് ആത്മായ നമഃ, ആത്മാവ് തന്നെ. അപ്പോൾ സദാ ആത്മാവിൽ വീണ് നമസ്കാരം ചെയ്തുകൊണ്ടിരിക്കല്, ആത്മാവിൽ പോയി ആഹുതിയാകല്, ഇങ്ങനെ തന്നെ പറയണം. ആർദ്രം ജ്വലതി ജ്യോതിരഹമസ്മി മാം ജുഹോമി സ്വാഹ. ഞാൻ തന്നെ അതിലേക്ക് പോയി വീണ് ഹോമിക്കപ്പെടട്ടെ, എൻ്റെ ഈ അഭിമാനം അങ്ങോട്ട് ഹോമിക്കപ്പെടട്ടെ. മാം ജുഹോമി സ്വാഹ. അങ്ങനെ ആത്മാവിലേക്ക് പോയി ഞാൻ നമസ്കാരം ചെയ്ത് എൻ്റെ അഭിമാന വൃത്തികളൊക്കെ ഇല്ലാതായാൽ കിം തേന വപുഷഃ, പിന്നെ എന്ത് ശരീരമാണ് വേണ്ടത്? അപ്പൊ അങ്ങനെയുള്ള ഈ അനിത്യമായിട്ടുള്ള ഈ ശരീരത്തിന് കണ്ണ് മൂക്ക് വായു ഒക്കെ വെച്ചിരിക്കണ മലം ചുവരും 9 വായിൽ കുടിരൈ. മലം ചോറും 9 വായി എന്നാണ് പറയുന്നത്. 9 ദ്വാരം ഉണ്ടല്ലോ, നവദ്വാരത്തിലൂടെ
മലം ചുവരും. മൊത്തം വരണത് ഈ മലാണ്. മലം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തത്, അജ്ഞാനം. ഇതുകൊണ്ട് എന്താ എനിക്ക് ഫലം? ഒരു ഫലമില്ല. പക്ഷെ ഭഗവത് സ്മൃതി, ഭഗവത് അനുഭവം, ഭഗവാന്റെ പാദത്തിൽ പോയി നമസ്കാരം ചെയ്ത് സ്ഥിതി അല്ലേ, ഹൃസ്ഥലേ ഹൃദയേ ശിവസ്തിഷ്ഠതു അല്ലേ, ന്യാസത്തില് ഹൃദയത്തില് ശിവനിരിക്കണു എന്നർത്ഥം. ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളമായത്. ആ മംഗളമായ പൊരുളിൽ പോയി നമ്മൾ ഒരു പ്രതിഷ്ഠയാവല്. ഹൃസ്ഥലേ എന്ന് ഭഗവാൻ ഉപദേശസാരത്തിൽ. മനസ്വസ്ഥത, അവിടെ മനസ്സ് സ്വസ്ഥമായി. സ്വസ്ഥം എന്ന് പറഞ്ഞാൽ മനസ്സിനെ എവിടെ വയ്ക്കണോ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യണം നമ്മൾ. Where we have to keep the mind, that place itself we are placing. നമ്മൾ ആ പ്ലേസിൽ കൊണ്ട് അതിനെ പ്ലേസ് ചെയ്യണോ. അപ്പോഴ് തസ്യപ്രജ്ഞ പ്രതിഷ്ഠിത. അങ്ങനെയുള്ളവന് അവൻ്റെ പ്രജ്ഞ ഉണ്ടല്ലോ, അവൻ്റെ ബോധം പ്രതിഷ്ഠിത, സുസ്ഥിരമായിട്ട്. ബോധം എന്ന് പറഞ്ഞാൽ അനുഭൂതി അല്ലെങ്കിൽ അനുഭവം. അനുഭൂതി എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കും. എന്താ ബോധം? ഞാനുണ്ട് എന്നുള്ളൊരു ബോധത്തിനെ ബോധം പ്രതിവിദിതം. ഉപനിഷത്തെ പറയണു ബോധം പ്രതിവിദിതം. ഓരോ ബോധത്തിനുള്ളിൽ ഞാനുണ്ട് എന്നുള്ള അനുസന്ധാനം ഉണ്ടല്ലോ, ആ അനുസന്ധാനം തന്നെയാണ് വാസ്തവത്തില് ഭക്തി. വേറൊന്നുമേ അല്ല ഭക്തി. അത് വെളിയിൽ ഈ അനുസന്ധാനം ചെയ്യണം. മൂർത്തിക്കൊരു രൂപത്തെ കൊടുക്കണം നമ്മൾ. ആ രൂപത്തെ അങ്ങോട്ട് അഴിച്ചു വെച്ചാൽ, നിർവാണമാക്കി കഴിഞ്ഞാൽ, ക്ഷീരൈ അഴിത്ത് നിർവാണമായി ചെയ്ത് അരുൾ ക്ഷീരൈ അഴിത്ത് അരുൾ അരുണാചല. ആ ക്ഷീര അങ്ങോട്ട് അഴിച്ചു കളഞ്ഞാൽ, ആ ഡ്രസ്സിനെ അങ്ങോട്ട് ഊരിക്കളഞ്ഞാൽ നിർവാണം, ശുദ്ധ സ്ഫടികമായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ആ പരമേശ്വരൻ അല്ലെങ്കിൽ ആ ആത്മതത്വത്തെ ഞാൻ എങ്ങനെ അറിയും? അത് തന്നെ ഒരു അറിവാണ്, അത് തന്നെ ഒരു ബോധമാണ്. അതേ അറിയും. അത് ആനാൽ അത് അതുവേ പേശും. അതായാൽ അത് തന്നെ പറയൂ. അത്രയും. എന്താ അക്ഷരമണമാലയിൽ ഒരു പാട്ട്, താനേ താനേ തത്വം ഇതനെ താനേ കാട്ടുവായി അരുണാചല. അത് വേറൊന്നിൻ്റെ ആവശ്യമില്ല. തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. അത് സ്വയം പ്രകാശിതമായിട്ട് തന്നെ ഇരിക്കണം. ആ സ്വയം പ്രകാശിതമാണ് ഇവിടെ പ്രജ്ഞ എന്ന് പറയുന്നത്. അത് തന്നെയാണ് അറിവ്. ആ അറിവില് അവൻ പ്രതിഷ്ഠയാവുന്നു. അതുകൊണ്ട് തന്നെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ നിത്യനിരന്തരം ഒരു സ്ഥലത്ത് പോയി പ്രതിഷ്ഠയായിരിക്കണമെന്നർത്ഥം. അടുത്ത ശ്ലോകം 58-ാമത്തെ ശ്ലോകം. കഴിഞ്ഞ് നമ്മൾ പറഞ്ഞതിൽ യൂട്യൂബിലൂടെ വന്നതിലൊക്കെ സൗണ്ടിൻ്റെ പോരായ്മ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് അതിനും കൂടെ ചേർത്ത് പറയണത്. 58-ാമത്തെ ശ്ലോകം. യഥാ സംഹരതേ ചായം കൂർമാംഗാനീവ സർവശഃ ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. യഥാ സംഹരതേ ചായം കൂർമാംഗാനീവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. യഥാ അയം, എപ്പോഴാണോ അയം എന്ന് പറയുന്ന ദാറ്റ്, ആര്? ഈ ജ്ഞാനി. കൂർമഹ അംഗാനി ഇവ, ഇങ്ങനെ പിരിക്കണം. കൂർമാംഗാനി ഇവ, കൂർമഹ അംഗാനി ഇവ. ആമ അവയവങ്ങൾ അംഗങ്ങളെ ഉള്ളിലേക്ക് വലിക്കണത് പോലെ. ഇപ്പം ആമയെ നോക്കൂ, ഉള്ളിലേക്ക് വലിക്കുമത്. എപ്പോഴെങ്കിലും അവർക്ക് ഡേഞ്ചറായിട്ട് തോന്നിയാൽ പെട്ടെന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് വലിക്കും. അപ്പോൾ കൂർമാംഗാനീവ ഇന്ദ്രിയാണി, ഇന്ദ്രിയങ്ങളെ സർവശ ഇന്ദ്രിയ അർത്ഥേഭ്യ, അർത്ഥങ്ങൾ വെളിയിൽ കാണണതായിട്ടുള്ള ഈ വിഷയങ്ങളിൽ നിന്നും ഈ ഇന്ദ്രിയത്തിനെ ഉള്ളിലേക്ക് വലിച്ച് ആരിയ്ക്കണോ, സമ്പൂർണമായിട്ട് ആര് വലിച്ചിട്ടിരിക്കണോ, സംഹരത്തെ, അതിനെ ഇല്ലാതാക്കി കളയണം. സമ്പൂർണമായിട്ട് ഉള്ളിലേക്ക് വലിച്ച്
അതിനെ ഇല്ലാതാക്കി തീർക്കൽ, സംഹരിക്കൽ എന്ന് വെച്ചാൽ വിഷയങ്ങളെ സംഹരിക്കുന്നത് ആരാണോ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത, അവൻ്റെ സത്യബോധം ഉണ്ടല്ലോ സ്ഥിരമായി ഭവിക്കുന്നു. സത്യപ്രജ്ഞാ പ്രതിഷ്ഠിത, സമ്പൂർണമായിട്ട് അവൻ്റെ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിച്ച് വച്ചിരിക്കുന്നു. എന്താ ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയാണി ഹയാനാഹു എന്ന് വേദം. മനഃപ്രഗ്രഹമേവച്ച, മനസ്സാകുന്ന ത്രെഡിൽ കോർക്കപ്പെട്ടിരിക്കുന്ന 5 കുതിരകളാണ് ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം എന്താ? ഓടിക്കൊണ്ടേയിരിക്കണം. ഈ മനസ്സാകുന്ന കയറ് വെച്ച് അതിനെ മുറുകെ പിടിച്ചില്ലെങ്കിൽ ഇത് ഓടും. അപ്പൊ മനസ്സിനെ ദൃഢമാക്കണം നമ്മൾ. ആ ദൃഢമാക്കലാണ് ഇന്ദ്രിയങ്ങളെ ദൃഢമാക്കൽ. ഈ മനസ്സിനെ ദൃഢീകരിക്കുന്നത് എന്താണ്? ഈ മനസ്സിനെ ദൃഢീകരിക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ ഏകതത്വനാമ ദൃഢധരീമന എന്ന് ജ്ഞാനേശ്വരൻ. ഏകതത്വമായിട്ടുള്ള ഒരു നാമം, ഒരു നാമജപം, നാമസങ്കീർത്തനം, ഇതാണ് സാധന. ഈ നാമസങ്കീർത്തനം ഉണ്ടല്ലോ ദൃഢധരീമന, മനസ്സ് ദൃഢമായാൽ നമുക്ക് ഇന്ദ്രിയങ്ങളുടെ ഓട്ടം കുറഞ്ഞിരിക്കും. ഇന്ദ്രിയങ്ങൾ എവിടെയാണ് ഓടുന്നത്? വിഷയാൻ തേഷു ഗോചരാണ്, വിഷയങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ 5 കുതിരകൾ. കണ്ണാകുന്ന കുതിര, മൂക്കാകുന്ന കുതിര, നാക്കാകുന്ന കുതിര, ത്വക്കാകുന്ന കുതിര, കേൾവിയാകുന്ന കുതിര. ഈ 5 ഇന്ദ്രിയങ്ങളും ഓടിക്കൊണ്ടിരിക്കണം. ഐമ്പുല കൽവർ അകത്തിനി പോകുമ്പോൾ തകത്തിനിയില്ലയോ അരുണാചല. അക്ഷരമണമാലയിൽ ഒരു പാട്ട്. എന്നിട്ട് ഭഗവാൻ തന്നെ ആ അക്ഷരമണമാലയിൽ ആ പാട്ടിന് റിപ്ലൈ കൊടുക്കുകയാണ്. ഒരുവനാം ഉന്നൈ വെളിത്ത് എവർ വരുവാർ ഉൺഷൂതേത് അരുണാചല. ഇത് ഇല്ലാത്തതാണ്. ശൂതെന്ന് പറഞ്ഞ കൺകെട്ട് വിദ്യ. ഇല്ലാത്തത് എന്തൊക്കെയോ തെളിഞ്ഞ് കാണുന്നു അല്ലേ? മരുഭൂമിയിൽ പോയിട്ട് വെള്ളം കിടക്കുന്നത് പോലെ കിടക്കും, പക്ഷെ അത് വാസ്തവത്തിൽ അവിടെ ഉണ്ടോ? ഇല്ല. സ്വപ്നത്തിൽ നമ്മൾ ആന ഓട്ടിക്കണു, അടിക്കാൻ വരണു, ലോട്ടറി അടിക്കണു, ഇല്ലാത്തതിനെ കണ്ടിട്ട് നമ്മൾ ടെൻഷൻ ആവണു, സന്തുഷ്ടമാവുന്നു അല്ലേ? എണീറ്റ് കഴിഞ്ഞാൽ അതുണ്ടോ? ഇല്ല. ഇപ്പൊ സ്വപ്നം കാണുന്നവനൊക്കെ വിചാരിക്കും സ്വപ്നത്തിൽ ഞാൻ എണീറ്റു, ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താവോ എന്തോ അല്ലേ? എന്നെ 5 പേരെയും കൂടെയാണ് ആന ഓട്ടിച്ചത്, ഞാൻ എണീറ്റപ്പോൾ ആന പോയി, ഞാൻ രക്ഷപ്പെട്ടു, ബാക്കി 4 പേരുടെ അവസ്ഥ എന്തായോ? ഇങ്ങനെ ചോദിക്കുമോ? എണീറ്റ് കഴിഞ്ഞാൽ സർവം വ്യർത്ഥം, ഒന്നുമേ ഇല്ലാത്തതാണ് അല്ലേ? അതങ്ങോട്ട് പോയി, മാഞ്ഞു പോയി, മറഞ്ഞു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ വിഷയങ്ങളെ ഉള്ളിലേക്ക് വലിക്കുക? എങ്ങനെ? ആമയെ പോലെ. ഇത് ഒരു തായ്മാനവർ സ്വാമിയുടെ ആണെന്ന് തോന്നുന്നു. ഒരു നല്ലൊരു ഗീതം പറഞ്ഞുതരാം. വളൈந்து நின்று ஐவர் கள்வர் வந்தனை நடுக்கம் செய்ய தலைத்து வைத்து உலையை ஏற்றி தழல் எரி மடுத்த நீரில் தலைத்து நின்று ஆடுகின்ற ஆமை போல் தெளிவிலாதன் இளைத்து நின்று ஆடுகின்ற என் செய்வான் തോன்றினேன். അത്ഭുതമായ ഒരു പാട്ട്. ഒരു ആമ വഴിയിലൂടെ വ്യവഹരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു 5 കള്ളന്മാർ ചേർന്നിട്ട് 5 പേര് ചേർന്നിട്ട് ഈ ആമയെ പൊക്കിയപ്പോൾ ഒരു പേടി വന്നു. നേരെ ഒരു വലിയൊരു പാത്രത്തിൻ്റെ ഉള്ളിൽ നല്ല തണുത്ത വെള്ളത്തിൽ അങ്ങോട്ട് ഇട്ടു, നല്ല ജില്ലെന്നുള്ള വെള്ളത്തിലിട്ടു. ഈ ആമ ഇങ്ങനെ നീന്തി കളിക്കുകയാണ് ഈ വെള്ളത്തിൽ. നല്ല തണുപ്പ്, നല്ല ഉഷ്ണമായിരുന്നു. എന്നെ പിടിച്ച് ഈ തണുത്ത വെള്ളത്തിലിട്ടല്ലോ. എന്ത് നല്ല ആൾക്കാരാണെന്ന് തോന്നി അല്ലേ? ഈ 5 ഇന്ദ്രിയങ്ങളാകുന്ന ഈ കള്ളന്മാരാണ് പിടിച്ചിട്ടിരിക്കുന്നത്. അതിൽ കുറച്ച് അല്പ സുഖമൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ ആ സുഖത്തിൽ കിടന്ന് ഇങ്ങനെ അമ്പരന്ന് പോവാണ്. അപ്പൊ എന്ത് ചെയ്തു? അടിയിൽ ഒരു തീ ഇട്ടു. അതെ, 3 കട്ട വെച്ചിട്ട് ഈ 3 ഗുണങ്ങളാകുന്ന ഈ കട്ട വെച്ചിട്ട് അതില് കാമക്രോധം എന്നുള്ള തീ ഇട്ടു. അത് ആദ്യമൊക്കെ നല്ല കുളിരുണ്ടായിരുന്നു. ഈ ആശ വന്നു, ആശയിലൂടെ എന്തൊക്കെയോ നേടി. അത് പിന്നെ തിളച്ച് താപമായി, കാമമായി, ക്രോധമായി, ലോഭമായി, മതമായി, മാത്സര്യമായി ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തിളക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇതിന് വെളിയിൽ ചാടിയാൽ മതി. ഒരു സഫക്കേഷൻ. അപ്പൊ എന്ത് ചെയ്യണു? ഈ 5 പേര് അജ്ഞാനം ആകുന്ന ഒരു പാത്രത്തിനെ കൊണ്ട് മൂടി വെച്ചു. അത്ര അജ്ഞാനമാകുന്ന പാത്രത്തിനെ കൊണ്ട് മൂടി വെച്ചു.
എന്നിട്ട് അഹങ്കാരം എന്നൊരു കല്ലെടുത്ത് എൻ്റെ മേലേക്ക് വെച്ചു. എങ്ങനെയാ രക്ഷപ്പെടുന്നത്? ഇനി അവിഞ്ഞ് വെന്ത് പോവുക, വേറെ വഴിയില്ല അല്ലേ? അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കണമെങ്കിൽ ഭഗവാന്റെ കരുണയില്ലാതെ പറ്റില്ല. ഇവിടെ പറയാണ്, തഴൽ എരി മടുത്ത നീരിൽ തിളൈത്ത് നിன்று ആടുകിன்ற ആമൈ പോൽ. നല്ല തണുപ്പുള്ള നീരിൽ കൊണ്ടിട്ടു തീ അങ്ങോട്ട് കൊളുത്തിയപ്പോ തിളക്കി നിന്ന് ആടുകിன்ற, ഈ താപം കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ആടിപ്പോയി അല്ലേ? മനസ്സൊക്കെ വെപ്രാളപ്പെട്ട് ആടിപ്പോയി, പ്രശ്നമായി, സഫക്കേഷനായി, BP കൂടി അല്ലേ, ഡയബറ്റീസ് ആയി, എന്തൊക്കെയോ സംഭവിക്കുന്നു, ഡിപ്രഷൻ വരും, ഗുളിക കഴിക്കണം. എല്ലാം എന്താ കാരണം? ആദ്യമേ ഇന്ദ്രിയ വിഷയങ്ങളിൽ പോയി സുഖിച്ചു പോയി. അതുകൊണ്ട് ഒരു കൂർമ്മം എങ്ങനെയാണോ ഒരു ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും തൻ്റെ തലയെ ഉള്ളിലേക്ക് വലിക്കണത്, അതുപോലെ ആരാണോ സർവ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും ഉള്ളിലേക്ക് ആ പ്രജ്ഞ പ്രതിഷ്ഠയാവണത്, അവനാണ് വാസ്തവത്തില് സ്ഥിതപ്രജ്ഞൻ എന്ന് ഭഗവാൻ ഇവിടെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് അർജുനന്. അപ്പോൾ ഇവിടെ അയം എന്ന വാക്കിന് ആദ്യം ഇതാ, യഥാ അയം എന്ന് പറയുന്നത് ജ്ഞാനി എന്നർത്ഥം. ജ്ഞാനി ഈ ആമയെ പോലെയാണ്, എല്ലാത്തിനെയും ഉള്ളിലേക്ക് വലിക്കും. എല്ലാ വിഷയങ്ങളെയും ഉള്ളിലേക്ക് വലിച്ചിട്ടിരിക്കണോ. ആ ജ്ഞാനിയുടെ സ്ഥിതി എന്താണ്? അത് തന്നെയാണ് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം. അപ്പോൾ സ്ഥിതപ്രജ്ഞനും ജ്ഞാനിയും വേറെ വേറെയൊന്നുമല്ല, രണ്ടും ഏകമാണ്. പക്ഷേ നമ്മൾ എങ്ങനെയാണ് ഇവരൊക്കെ വിലയിരുത്തുന്നതെന്ന് പറഞ്ഞാൽ സർഫസിൽ പുറമേ കാണുന്നത് വെച്ചാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരാൾ വന്നിട്ട് ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, ഭഗവാനെ നീങ്ക ரொம்ப മാറിയാച്ചു ഭഗവാൻ. ഭഗവാൻ പറഞ്ഞു, ഇല്ല പോയി ഞാൻ മാറല. ഭഗവാൻ അങ്ങനെയൊന്നും ആരെടുത്തും പോയി ഇല്ല എന്ന് പറയില്ല, എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല ഭഗവാനെ ரொம்ப മാറിയാച്ചു. ഭഗവാൻ പറഞ്ഞു, ഇല്ല പോയി அந்த மதுரையில் எந்த அனுபவத்தை கிடைச்சதோ அந்த அனுபவம் தான் இப்போவும் இருக்கு. இல்லை பகவானே என்னமோ மாறியாச்சு. இப்போ பகவான் പറഞ്ഞു, நான் எதை பார்க்கலையோ அதை பார்த்துட்டுன்னா நீ சொல்றது മാറിയാச்சு. ഞാൻ എന്തിനെ നോക്കണില്ലയോ അത് നോക്കിയിട്ടാണ് അല്ലേ നരച്ചു പോയി, മെലിഞ്ഞു പോയി, കളറ് പോയി, കാല് പഞ്ഞിയായി, ഇങ്ങനെയൊക്കെ ചിന്തിക്കും അല്ലേ. മെലിഞ്ഞു പോയി, ഉണങ്ങി വരണ്ടു പോയി. അപ്പോൾ എന്തിനെയാണോ ഭഗവാൻ നോക്കാത്തത്, എന്തിനെയാണോ ഭഗവാൻ രമണ മഹർഷി നോക്കാത്തത്, അതിനെ നോക്കിയിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് ജ്ഞാനികളെ നമ്മൾ ഔട്ടർ സർഫസിൽ നിന്ന് പോയിട്ട് ഇങ്ങനെയായിരിക്കും എന്ന് വിലയിരുത്തും. പക്ഷേ ദർ ഇന്നർ പീസ് നമുക്ക് കാണാൻ പറ്റില്ല. അത് അവരുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ഉള്ളിൽ അല്ലേ, ഒരു ഷോക്ക് അടിക്കണവനെ തൊട്ടാൽ ഷോക്ക് അടിക്കണത് പോലെ ആ സാന്നിധ്യത്തിൽ സന്നിധിയുടെ പവർ വരും. പക്ഷെ അത് സുസ്ഥിരം അല്ല. എന്നുവെച്ചാൽ ഒരു ബൾബിലൊരു പച്ച കളർ തുണി അല്ലെങ്കിൽ പച്ച കളർ പേപ്പർ കെട്ടിയാൽ ലൈറ്റ് പച്ച കളറായി കാണുന്നത് പോലെ അല്ലേ, ഒരു പച്ച കളർ ലൈറ്റിൻ്റെ കീഴിൽ നിന്ന് നമ്മളൊക്കെ പച്ചയായിട്ടിരിക്കാം. പക്ഷെ ഈ പച്ച നമ്മുടെ ഉള്ളിലുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ആ പച്ചയെ വിട്ട് സർഫസ് വിട്ട് അങ്ങോട്ട് മാറിയാൽ പോയി വീണ്ടും പഴയ പോലെ റെഡിഷ് കളറായി, കറുത്ത കളറായി, വെളുത്ത കളറായി, ഇങ്ങനെയൊക്കെ പോവും. അപ്പോൾ അവന് ഇക്കരെ പച്ച പറയുന്നു, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നൊക്കെ തോന്നണത് പോലെ ഇവിടുന്ന് അങ്ങോട്ട് എടുത്തോണ്ട് പോയാൽ മതി എന്ന് തോന്നുന്നു. അവിടെ പോകുമ്പോൾ അയ്യോ മുമ്പുണ്ടായിരുന്നത് തന്നെ മതിയായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഈ വിഷയങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ എന്തിനെ സൂചിപ്പിക്കണു? ആത്മജ്ഞാനം വിഷയവേദ്യമല്ല, അതൊരു വിഷയമല്ല, അത് സിദ്ധമായിരിക്കണം നമ്മുടെ സ്വരൂപമാണ് എന്ന് ഭഗവാൻ ഇവിടെ ഉറപ്പിക്കണു. അടുത്തത് 59-ാമത്തെ ശ്ലോകം. വിഷയാവിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. വിഷയാവിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. നിരാഹാരസ്യ ദേഹിനഃ, ആരാണോ ഈ വിഷയങ്ങളെയൊക്കെ, നിരാഹാരം എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ ഉപേക്ഷിച്ചു, ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നൊക്കെ വിരക്തി സംഭവിച്ചു, സാധനാ പദ്ധതിയിൽ
ധർമ്മപദ്ധതിയിൽ അനുഷ്ഠാനാദി ക്രിയകളിൽ ആരാണോ നിത്യനിരന്തരം ഇരിക്കണത് അവനെ സംബന്ധിച്ച് പോലും വിഷയാഹ ഇന്ദ്രിയങ്ങളും അവയുടെ വിഷയങ്ങളും രസവർജം രാഗമില്ലായ്മ നിമിത്തം വിനിവർത്തന്റെ ഒഴിഞ്ഞു പോകുന്നു. അറ്റാച്ച്മെന്റ് ഇല്ലാത്തടത്തോളം അല്ലേ, ഇപ്പൊ വിശപ്പില്ല എന്നത്തുള്ളവന് എത്ര ആഹാരം കൊടുത്തിട്ടും അവന് കാര്യമൊന്നുമില്ല, ഫലമില്ല. പക്ഷെ വിശന്നവന് ആഹാരം വേണം. ഇന്നിപ്പോൾ ഒരാളെടുത്ത് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കാക്കയ്ക്ക് ഡെയിലി ഭക്ഷണം കൊടുത്താൽ കാക്ക വരും. നമ്മൾ കരുതി കാക്ക വരും എന്ന് പറഞ്ഞാൽ 2 ദിവസം ഭക്ഷണം കൊടുക്കാൻ കാക്ക വരില്ല. ഇതുപോലെയാണ് ഈ മനസ്സ്. ഇതിനെന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കും അല്ലേ, ഇതിങ്ങനെ വരും. അപ്പം ഇതാണ് നമുക്ക് ശീലം എന്ന് നമ്മൾ കരുതും. പക്ഷെ 2 ദിവസം ഭക്ഷണം കൊടുക്കാതിരുന്ന് നോക്കൂ, ഇതിനെ ഉള്ളിലേക്ക് വലിച്ചു നോക്കൂ, പതുക്കെ അത് കുറച്ച് വിഷമം ഉണ്ടാവും അല്ലേ. നല്ല ഭക്ഷണം കിട്ടിക്കൊണ്ടിരുന്നതാണല്ലോ എന്ന് കാക്കയ്ക്കൊരു വിഷമം ഉണ്ടാവും എന്നല്ലാതെ എത്ര നേരം നിൽക്കും, അടുത്ത ഭക്ഷണം കിട്ടുന്നിടത്ത് അത് പോകും. അതുപോലെ ഈ മനസ്സ് വിൽ ഡിസപ്പിയർ അല്ലേ, ആ മനസ്സ് വിനിവർത്തന്റെ ഒഴിഞ്ഞു പോകുന്നു. അസ്യ രസോപി പരം ദൃഷ്ട. പക്ഷെ സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം സ്ഥിതപ്രജ്ഞന് അത്തരത്തിലുള്ള രാഗബീജം പോലും ഇല്ലാത്ത, എന്നുവെച്ചാൽ അറ്റാച്ച്മെന്റിന്റെ ഒരു തരിമ്പ് കൂടെ ഇല്ല, ആരോടും ഒട്ടരേ ഇല്ല. ചക്ക എടുക്കുമ്പോൾ ഈ എണ്ണ തേച്ചിട്ട് ചക്ക എടുക്കണം എന്ന് പറയുന്നത് പോലെ ഒട്ടിപ്പിടിക്കേ ഇല്ല. എണ്ണ തേച്ചിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ തൊടനടത്തെല്ലാം പ്രോബ്ലമായി. തലയിൽ ഒരാൾ തൊട്ടു, അത്ര സ്വാമി പറയുന്ന ഒരു കഥയില് തലയിൽ ഒരാൾ തൊട്ടുപോയി. ഇത് മുഴുവൻ മുടിയൊക്കെ ഒട്ടിന് മുട്ടയടിക്കാതെ വേറെ വഴിയില്ല. അപ്പം ഇദ്ദേഹം പോയി മുട്ടയടിച്ചു. മുട്ടയടിച്ചിട്ട് അടുത്ത് മുട്ടയടിക്കാൻ വന്നവരൊക്കെ ചോദിക്കും, ചക്ക പുരട്ടിയതാണല്ലേ, ചക്ക പിടിത്തോ ചോദിച്ചു നോക്കാം. ഈ ചക്ക എടുക്കാൻ പോയിരുന്നോ എന്ന് ചോദിച്ചു നോക്കാം. കാരണം എന്താ, അയാൾ പിന്നെ കാണുന്നവർക്കെല്ലാം ഈ ചക്ക എടുത്തോ എന്നുള്ള തോന്നൽ വരും. അങ്ങനെയുള്ള സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണത്തിൽ എന്താ, അവന് രാഗബീജമേ ഇല്ല. അവന് പരം ദൃഷ്ടുവ, അവൻ പരമമായ ഒരു ആകാശത്തെ മാത്രം നോക്കിയിരിക്കുന്നു. ഏക ആകാശം, അവന് അസ്തമയവുമില്ല ഉദയവുമില്ല. കാവട്ടതിരിയെ പോലെ ഏതോ ഒരു സ്ഥലത്ത് പോയി സന്ധ്യാനേരത്തിൽ എല്ലാവരും അനുഷ്ഠാനം ചെയ്യണു, ആകാശമാർഗത്തിൽ നോക്കിയിരിക്കണം. ഒരു അനുഷ്ഠാനവും ഇല്ല, ഒരു ജപവും ഇല്ല, അങ്ങനെ ഇരിക്കണു. ബാധ്യാർ വന്ന് ചോദിച്ചു, എന്തെങ്കിലുമൊക്കെ ജപിച്ചൂടെ, എന്തെങ്കിലും അനുഷ്ഠാനം ചെയ്തൂടെ? അപ്പൊ പറയണു, ഹൃദയാകാശേ ചിതാദിത്യ സദാഭാസ്യ നിരന്തരം ഉദയാസ്തമയോ നാസ്തി കഥം സന്ധ്യാ ഉപാസ്മ്യഹം. ഉദയവും അസ്തമയവും ഇല്ല, സദാ ജ്വലിച്ച് ഹൃദയത്തിൽ ആ ചൈതന്യവത്തായ സൂര്യൻ വിളങ്ങി നിൽക്കണു. കഥം സന്ധ്യാ ഉപാസ്മ്യഹം, ഞാൻ ഏത് സന്ധ്യയാണ് ഉപാസിക്കേണ്ടത്, എന്ത് സന്ധ്യാവന്ദനം ചെയ്യണം, എന്ത് അനുഷ്ഠാനം ചെയ്യണം എന്ന് ചോദിക്കുകയാണ്. അപ്പോ പരം ദൃഷ്ടുവ, പരമമായ പൊരുളിനെ മാത്രം കാണണവർ അല്ലേ. பார்த்த இடமெல்லாம் പരവെളിയായി തോன்று ഓർ വാർത്ത ചൊല്ല വந்த മനുവേ പരാപരമേ. ഗുരുവിന്റെ ഉപദേശം കേട്ടതും ഈ കാണപ്പെടുന്ന പ്രപഞ്ചമേ ശമിച്ചു പോയി. പ്രപഞ്ച ഉപശമം ശാന്തം അദ്വൈതം ശിവം. ആ പ്രപഞ്ചം മുഴുവൻ ഉപസംഹരിച്ചു പോയി, ഉപശമനമായി, ഇന്ദ്രിയങ്ങളെല്ലാം ശമിച്ചു പോയി. ഇനി എന്തുണ്ട് അവിടെ? ശാന്തിയുണ്ട്. ആ ശാന്തിയാണ് നിർവൃത്തി. അപ്പോ ഒരു രസത്തിന്റെ ബീജമേ ഇല്ലാതായിരിക്കണവന് സർവവും ബ്രഹ്മദർശനമായി തീരുന്നു. അല്ലെങ്കിൽ ഒരു അഭ്യാസി അല്ലെ, നിത്യനിരന്തരം ഒരു സാധനാ പദ്ധതി ഇരിക്കണവന് കൂടെയും ആ സാധനാ പദ്ധതിയിൽ ഒരു രുചി വരും. എനിക്ക് അത് വേണം, ഇത് വേണം, ഇല്ലെങ്കിൽ ഇന്നൊരു അവസ്ഥ വേണം അല്ലേ. എല്ലാത്തിനും ത്യജിച്ച സാധകൻ പോലും അങ്ങനെയാണ്. സത്യബോധം ഉള്ളില് വരണം. ഭഗവാൻ രമണ മഹർഷി തന്നെ കാണുന്നവരെല്ലാം അരുണാചല സ്വരൂപം തന്നെ പറഞ്ഞു കൊടുത്തു. അമ്മ വളരെയധികം ഒരു ആചാരത്തിൽ ജീവിക്കണതാണ് അമ്മ. അമ്മ ആദ്യം ഭക്ഷണം കഴിക്കണം, എല്ലാവരും കഴിക്കുന്നതിന് മുമ്പ് കഴിക്കണം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ അമ്മ ഒരു ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചു. കുറച്ച് പേര് സ്കന്ധാശ്രമത്തിന് മുമ്പിൽ ഈ പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ
പസിക്കിത് ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ അടുത്ത് വന്നു അത്ര, കുറച്ച് താഴ്ന്ന ജാതിയിൽപ്പെട്ട കുറച്ച് പേര്. അപ്പോൾ ഭഗവാൻ വന്നു കുഞ്ചുസ്വാമിയുടെ അടുത്ത് പറഞ്ഞിട്ട് അമ്മ കിட்ட പോയി അന്ത ചാതമെല്ലാം കൊടുക്ക ചൊല്ലു. ഓ കുഞ്ചുസ്വാമിക്ക് അറിയാം അമ്മ ആചാരമാണ്, അമ്മ കഴിച്ചിട്ടില്ല എന്നറിയാം. പോയി ചോദിച്ചു, അമ്മ പറഞ്ഞു ഞാൻ ഇന്നും ചാപ്പിടലേ. അപ്പോൾ ഭഗവാന്റെ അടുത്ത് വന്ന് പറയണം അമ്മ ഇപ്പോഴും കഴിച്ചിട്ടില്ല എന്ന് പറയണു. അമ്മ അവയെ കൂപ്പിട്. അപ്പോൾ അമ്മയെ വിളിച്ചോണ്ട് വന്നു. അമ്മയുടെ അടുത്ത് പറഞ്ഞു വാളുക്കെല്ലാം പസിക്കറാ, നിങ്ങൾ ചാതം ചമച്ചു വെച്ച ചാതം പോട്. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ഇന്നും ചാപ്പിടില്ല, ഞാൻ ഇപ്പോഴും കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു ഇതെല്ലാം യാർക്ക് തെരിയുമോ, ഇതെല്ലാം സാക്ഷാത് അരുണാചല സ്വരൂപം, ഇതെല്ലാം സാക്ഷാത് അരുണാചല സ്വരൂപമാണ് എന്നുവെച്ചാൽ സർവാത്മഭാവം അല്ലേ. സത്യകാമൻ ഉപനിഷത്തിലെ സത്യകാമനൊക്കെ അങ്ങനെയാണ് സംഭവിച്ചത്. പശുക്കളോട് വിട്ടു, ഉപദേശമൊന്നും വേണ്ടി വന്നില്ല. പശുക്കളുടെ അടുത്ത് വ്യവഹരിക്കാൻ വിട്ടു. പശുക്കളെ നോക്കിക്കൊള്ളൂ, ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കൂ എന്ന് പറഞ്ഞു. ഒരു നാளைക്ക് ഒരു പശു സത്യകാമ എന്ന് വിളിച്ചു. ഒരു ഹംസം ഉപദേശിച്ചു, പശു ഉപദേശിച്ചു, ആകാശം ഉപദേശിച്ചു, വനം ഉപദേശിച്ചു. അപ്പോൾ ഇതാണ് സർവാത്മഭാവം എന്ന് പറയുന്നത്. ആ സർവാത്മഭാവത്തിലൂടെ സർവത്തിലും ഈശ്വരനെ കാണുന്നതായിട്ടുള്ള ഒരു ജ്ഞാനി, അവൻ്റെ ലക്ഷണം എന്താണോ അതാണ് സ്ഥിതപ്രജ്ഞൻ. അവൻ ഒരേ ഒരു പൊരുളിൽ ഉറച്ചിരിക്കണു എന്ന് വെച്ചാൽ 10 പേര് പാടണതിൽ ഒരാളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കണവന് ബാക്കി 9 പേരുടെ പാട്ടും പോയി 10ാമൻ്റെ പാട്ട് മാത്രമായിരിക്കും അവൻ്റെ ഉള്ളിൽ വരണത് പോലെ ഈ സ്ഥിതപ്രജ്ഞൻ ശാന്തിയെ ലക്ഷ്യമാക്കി ശാന്തിയാകുന്ന ധാമത്തിൽ ഉറച്ചു നിന്ന് ഈ ശാന്തി അവൻ്റെ സ്വരൂപമാണെന്ന് അറിഞ്ഞ് ശാന്തചിത്തനായിട്ടിരിക്കുമ്പോൾ അവന് സ്ഥിതപ്രജ്ഞൻ എന്ന നാമം, ഇതൊരു വലിയ ഒരു വിചാരത്തിൽ വെക്കേണ്ടതായിട്ടുള്ള ഒരു പാർട്ടാണ്. ഇതിനെ നിത്യനിരന്തരം ശ്രവണം ചെയ്യാം. നമുക്കൊക്കെ വരണ ഒരു അധ്യാത്മത്തിൽ പല ഡൗട്ട്സ് ഉണ്ട്. ഏതോ വെളിയിൽ നിന്ന് കിട്ടുന്ന ഏതോ ഒരു പവറാണ് അധ്യാത്മം, ഒന്നുമില്ല. വെളിയിലൊരു പ്രകൃതി ശക്തി നമ്മളെ അകത്തേക്ക് ഉള്ളിലേക്ക് എപ്പോൾ ഇരുത്തണോ only that much പ്രകൃതിക്ക് പവറുള്ളൂ. അല്ലാത്ത പക്ഷം പ്രകൃതിയെ അവിടെ പോയി ശമനം, പ്രപഞ്ച ഉപശമം, ശാന്തം. പ്രപഞ്ചം അങ്ങോട്ട് ഉപശമമായാൽ ശാന്തമാവും, ശാന്തി നമ്മുടെ സ്വരൂപമാവും. ആ ശാന്തിയെ തന്നെയാണ് ഭഗവാൻ സ്ഥിതപ്രജ്ഞ ലക്ഷണം എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ആ ശാന്തി എൻ്റെ സ്വരൂപമാണ്. ആ ശാന്തി കിട്ടാത്തതിൻ്റെ ഉത്തരവാദിത്വവും നിനക്ക് തന്നെയാണ്. കാരണം നീ അശാന്തനായിരിക്കണു. എന്തുകൊണ്ട്? വെളിയിൽ ആഗ്രഹങ്ങളെ വെച്ചുകൊണ്ട് നീ അശാന്തനായിരിക്കണം. ഈ ആഗ്രഹങ്ങളെ പതുക്കെ 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 വിട്ടാൽ ആശയെ വിട ഇമ്പം താനെ. ആശയെ പതുക്കെ പതുക്കെ വിട്ടാൽ ഇമ്പം നമ്മുടെ സ്വരൂപമായിട്ട് മാറും. തുടർന്ന് നമുക്ക് നാളെ കാണാം. സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോഷ്ഠപ്രാങ്കണരിങ്കണലോലമനായാസം പരമായാസം മായാകൽപിതനാനാകാരമനാകാരം ഭുവനാകാരം ക്ഷ്മാനാഥമനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. അരുണാചല ശിരോദ്ഭൂത സമ്പ്രദായ പ്രവർത്തകം കരുണാർണവമീഡേധം രമണാഖ്യമഹം മഹഃ. ഹരി ഓം.